നമസ്കാരത്തിൽ അലംഭാവം കാണിക്കുന്നവരാണ് സഹാബ. നമസ്കരിക്കാത്തവനല്ല ചെറുപ്പക്കാരാ, നിസ്കരിക്കാത്തവനല്ല. നിസ്കരിക്കാത്തവനെ കുറിച്ച് ചർച്ചയില്ലല്ലോ, അവന് മുസ്ലിമല്ലല്ലോ. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, അതാ ഉമർ തങ്ങൾ പറയുകയാണ്, ഏതെങ്കിലും ഒരു മനുഷ്യന് ഒരു വഖത്ത് നമസ്കാരം കാരണമില്ലാതെ മുടക്കിക്കഴിഞ്ഞാൽ അവന് കാഫിറാണെന്ന് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ. പടച്ചവനെ അതുകൊണ്ട് നമസ്കരിക്കാത്തവനെ കുറിച്ച് ചർച്ചയില്ല. അവൻ എങ്ങനെയാ വരുന്നത്? അവന് പടച്ചവനെ അവന്റെ ആഖിബത്ത് മോശമാണ്, അവന്റെ ആഖിബത്ത് മോശമാണ്. അവൻ നാളെ പടച്ചുറപ്പിന്റെ പരലോകത്തേക്ക് മുസ്ലിമീങ്ങളെ കൊണ്ടടക്കുന്ന പള്ളിക്കാട്ടിൽ കൊണ്ട് കബറടക്കിയാൽ, ഏത് പുണ്യസ്ഥലത്ത് കൊണ്ട് കബറടക്കിയാൽ, അല്പനേരം നിസ്കരിക്കാത്തവൻ നാളെ പടച്ചുറപ്പിന്റെ പരലോകത്തേക്ക് കടന്നു വരുന്നത് അല്ലാ, അവന്റെ തല പന്നിയുടെ രൂപമാ. നാളെ പടച്ചറപ്പിന്റെ കോടതിയില് അതാ കബറിന്റെ അകത്ത് നിന്ന് ജനങ്ങളെ മുഴുവനും എഴുന്നേറ്റ് വരുന്ന ദിവസമുണ്ടല്ലോ. പന്നിയുടെ കോലത്തിൽ ഒരു വിഭാഗം ജനങ്ങൾ എഴുന്നേറ്റ് വരികയാ. അവന്റെ തല പന്നിയുടെ രൂപമാണ്. ആരെന്നറിയുവോ? 5 നേരത്തെ നമസ്കാരം ഉപേക്ഷിക്കുന്നവനുണ്ടല്ലോ, അവൻ നാളെ പടച്ചുറപ്പിന്റെ കോടതിയില്, അല്ലാഹുവിന്റെ കോടതിയില് പന്നിയുടെ രൂപത്തിലാണ് എഴുന്നേറ്റ് വരുന്നതെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരിക്കൽ കരഞ്ഞുകൊണ്ട് അവിടെന്ന് പറഞ്ഞു, സഹാബാ, മിഅ്റാജിന്റെ രാത്രിയിൽ ഞാനൊരു വിഭാഗം ജനങ്ങളെ കണ്ടു. എന്റെ സമുദായത്തിലെ ഒരു വിഭാഗത്തെ ഞാൻ കണ്ടു. അല്ലാഹുവേ, അവരുടെ കൈകാലുകൾ കെട്ടി ഇങ്ങനെ കിടത്തിയിരിക്കുകയാ. അതാ നരകത്തിന്റെ മലക്കുകളുണ്ടല്ലോ, വലിയ കരിമ്പാറകൾ എടുത്തുകൊണ്ട് വന്നിട്ടു അവന്റെ തലയിലേക്ക് അതാ പാറയിടുകയാ. അല്ലാഹുവേ, പപ്പടം പൊടിഞ്ഞു പോകുന്നത് പോലെ ആ മനുഷ്യന്റെ തലയങ്ങ് പൊടിഞ്ഞു പോവുകയാണ്. തലച്ചോറ് പോലെ പൊട്ടിച്ചിതറുകയാ. അതാ താഴെ വീണ കല്ലുണ്ടല്ലോ, മലക്കുകളെ രണ്ടാമതും പൊക്കിയെടുക്കുകയാ. അതാ മലക്കുകളാ കല്ല് രണ്ടാമതും എടുത്തിട്ട് തിരിയുമ്പോ അവന്റെ തല പഴയ രൂപത്തിലായിരിക്കുന്നു സഹാബ. പിന്നെയും അവന്റെ തലയുടെ മുകളിലേക്ക് മലക്കുകൾ പാറയിടുകയാ. പിന്നെയും കല്ലെടുക്കും, വീണ്ടും തല പഴയ രൂപത്തില് അവന് കിടന്ന് വിളിച്ചു പോവുകയാണ്. അല്ലാഹുവിന്റെ റസൂലിയെ കാഴ്ച കണ്ടിട്ടു അവിടെന്ന് ചോദിക്കുന്നു, യാ ജിബ്രീൽ, മൻ ഹൗലായി യാ ജിബ്രീൽ, ആരാണ് ജിബ്രീൽ, ആരാണ് ജിബ്രീൽ? യാ റസൂലല്ലാഹ്, താരിഖുസ്സലാ, നമസ്കാരത്തെ ഉപേക്ഷിച്ചവരാണ് നബിയേ. അല്ലാഹു അവർക്ക് കൊടുക്കുന്ന ശിക്ഷ ഇതാ. എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമസ്കരിക്കാത്തവരെ കുറിച്ച് ചർച്ചയില്ല. എന്റെ പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും നിസ്കരിക്കുന്നവരാ, ഓർമ്മ വെച്ച കാലം മുതൽ നിസ്കരിക്കുന്നവരാ. അല്ലാഹുവിന്റെ പ്രവാചകന് അതാ പരിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്ത് ഓതുകയാണ്. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലികല്ലദീ യദ്ഉൽ യതീം വലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ ഫവൈലുൽ ലിൽമുസല്ലീൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, നമസ്കരിക്കുന്നവനാണ് വൈലെന്ന് പറയുന്ന നരകം, നമസ്കരിക്കുന്നവനാണ് വൈലെന്ന് പറയുന്ന നരകം. യാ റസൂലല്ലാഹ്, നമസ്കരിക്കുന്നവർക്ക് വൈലെന്ന് പറയുന്ന നരകമോ? എങ്ങനെ നിസ്കരിക്കുന്നവരാണ് നബിയേ? അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ.
അശ്രദ്ധമായി നിസ്കരിക്കുന്നവര്, അലംഭാവത്തോടുകൂടി നിസ്കരിക്കുന്നവര്, എന്റെ പ്രിയമുള്ള സഹോദര, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മസ്ജിദുൻ നബവിക്കകത്തിരിക്കുമ്പോ ഒരു സഹാബി നിന്ന് നിസ്കരിക്കുകയാണ്. ഒരു സഹാബി നിന്ന് നിസ്കരിക്കുകയാണ്. നിസ്കരിക്കുന്ന സമയത്ത് തന്റെ താടിയൊന്ന് നേരെയാക്കി. പടച്ചവനെ, നമസ്കരിക്കുന്ന സമയത്ത് തന്റെ താടിയൊന്ന് പിടിച്ചിട്ട് നേരെയാക്കുകയാ. നമസ്കാരം കഴിഞ്ഞപ്പോ പ്രവാചകനടുത്തേക്ക് വിളിക്കുകയാണ്. എന്നിട്ട് ചോദിച്ച ചോദ്യം എന്തെന്നറിയോ? നിനക്ക് അല്ലാഹുവിനെ പേടിയില്ലേ? നിന്റെ ഹൃദയത്തിൽ അല്ലാഹുവിനെ കുറിച്ചുള്ള പേടിയില്ലോ? ഇങ്ങനെയാ നമസ്കാരത്തിൽ വെച്ച് നിന്റെ താടി നേരെയാക്കാൻ നിന്നെ കൊണ്ട് കഴിയുന്നത്? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് എന്തെന്നറിയുമോ? ഈ രൂപത്തിലാണ് നീ മരണപ്പെടുന്നതെങ്കിലോ എന്റെ സമുദായത്തിൽ പെട്ടവനായിട്ടല്ല നീ മരിച്ചതെന്ന് കരുതണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, പടച്ചവനെ, നമ്മുടെ ഇന്നത്തെ നമസ്കാരങ്ങളുണ്ടല്ലോ, അത് പടച്ചറപ്പിനെ കളിയാക്കുന്ന രീതിയിലുള്ള നമസ്കാരമാ. ഒരു കോമാളിത്തരമാണ് പടച്ചവനെ, ഒരു കളിയാണല്ലോ. അല്ലാഹുവേ, നമ്മുടെ നമസ്കാരം കണ്ടിട്ട് ശൈത്താന് പോലും വല്ലാത്ത ചിരിയാ. എന്റെ പ്രിയമുള്ളവരെ, സ്വർഗത്തിൽ പോകാൻ ഒരുപാട് സൽക്കർമ്മം വേണ്ട. സ്വർഗത്തിൽ പോകാൻ ഒരുപാട് ഇബാദത്തുകൾ വേണമെന്നില്ല. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ഒരു മനുഷ്യന് സ്വർഗത്തിൽ പോകാ ഒരൊറ്റ വഖത്ത് മതിയെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, പടച്ചവനെ, ഒരു വഖത്ത് നമസ്കാരം കഴിയുമ്പോ ഒന്നുകിൽ അവന് സ്വർഗവാസിയാണ്, അല്ലെങ്കിൽ അവന് നരകവാസിയാണ്. പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, ഒരൊറ്റ വഖത്ത് നമസ്കാരം കഴിയുമ്പോ ഒന്നുകിൽ അവന്റെ പേര് സ്വർഗത്തിന്റെ മുന്നിലോ അല്ലെങ്കിൽ നരകത്തിന്റെ മുന്നിലോ അവന്റെ പേര് എഴുതപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, ചെറുപ്പക്കാരാ, കളിയൽ ശൈത്താന് കടന്നു വരികയാ. നമസ്കരിക്കുന്നതിന് വേണ്ടി കൈകൾ ശൈത്താന് കടന്നു വരികയാ. നമസ്കരിക്കുന്നതിന് വേണ്ടി കൈകെട്ടത്തില് അല്ലെങ്കിൽ നരകത്തില് അവന്റെ പേര് എഴുതപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരൊറ്റ വഖത്ത് നിസ്കാരം കഴിയുമ്പോൾ തന്നെ ഒന്നീ സ്വർഗത്തിന്റെ മുന്നിൽ പേരുണ്ട്, അല്ലെങ്കിൽ നരകത്തിന്റെ മുന്നിൽ പേരുണ്ട്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. പ്രവാചകൻ പറഞ്ഞു, ഒരു മനുഷ്യൻ നമസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ വലതുഭാഗത്ത് ഒരു മലക്കും നിൽക്കും, ഇടതുഭാഗത്ത്. മനുഷ്യൻ നമസ്കരിക്കുന്നതിന് വേണ്ടി കൈകെട്ടി കഴിയുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, ശൈത്താനുണ്ടല്ലോ, അവന്റെ ഇടതുഭാഗത്ത് നീസത് പറയുമ്പോ വലതുഭാഗത്തു മലക്കാ. പടച്ചവനെ, മലക്കിങ്ങനെ പറയുകയാ, പടച്ചവനെ, റുകൂയിലേക്ക് പോകുമ്പോ സുജൂദിലേക്ക് കടന്നു ചെല്ലുമ്പോ ഇന്ന് റുകൂവും സുജൂദുമൊക്കെ കാക്ക കുത്തണ പോലെ ഒന്ന് കൊത്തികെട്ടി എഴുന്നേറ്റ് ഓടലാ. എന്റെ ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരേ, സുജൂദ് ദീർഘിപ്പിക്കണേ വാപ്പാ. പെട്ടെന്ന് സുജൂദ് ചെയ്ത് എഴുന്നേക്കല്ലേ. കാരണം എന്തെന്നറിയോ? ഒരു മനുഷ്യൻ ചെയ്ത പാവങ്ങൾ മുഴുവൻ തലയുടെ മുകളിലേക്ക് വന്നിരിക്കുകയാണ്. സുജൂദ് ചെയ്യുന്ന സമയത്ത് ജീവിതത്തിൽ ചെയ്തു പോയ പാവങ്ങൾ മുഴുവനും തലയുടെ മുകളിൽ വന്നിരിക്കുകയാ. സുജൂദ് ചെയ്യുമ്പോ ഇലകൾ പൊടിഞ്ഞു വീഴുന്നത് പോലെ അവന്റെ പാപങ്ങൾ പൊടിഞ്ഞു വീഴുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, പടച്ചവനെ, സുജൂദിൽ കിടക്കുന്ന
ബാങ്ക് വിളിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു മനുഷ്യന് സംസാരിച്ചാൽ അവന്റെ 30 കൊല്ലത്തെ അമല് നഷ്ടപ്പെട്ടു പോകും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒറ്റ പ്രാവശ്യം സംസാരിച്ചാൽ തന്നെ പോകും. അപ്പൊ ആ കണക്ക് വെച്ച് നോക്കുമ്പോൾ ഇനി ജീവിതത്തിൽ ഒന്നും ഉണ്ടാവില്ല. നമ്മുടെ ജീവിതത്തിൽ അമലെന്ന് പറയാൻ ഇനി ഒന്നുണ്ടാകില്ല. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നാളെ ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന രംഗം നിങ്ങൾക്കറിയോ? എടാ 30 വർഷത്തെ അമല് നഷ്ടപ്പെടും. 30 വർഷത്തെ അമല് നഷ്ടപ്പെടും. 2 മരണസമയത്ത് നിന്റെ നാവ് പൊങ്ങൂല. ആര് നിനക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു തന്നാലും നിന്റെ നാവ് ഉയർത്തിയിട്ട് നിനക്കത് പറയാൻ കഴിയില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 2 നാളെ 3 പരലോകത്ത് വരുന്നത് എങ്ങനെയെന്നറിയോ? പട്ടിയുടെ രൂപത്തിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നാളെ പരലോകത്ത് ബാങ്ക് വിളിക്കുമ്പോഴും തമാശ പറഞ്ഞു ചിരിക്കുന്നവരുണ്ട്. അങ്ങനെ നിന്നിട്ട് വലിയ ചിരിയും കളിയാ. ബാങ്ക് വിളിക്കുമ്പോൾ പോലും അള്ളാന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്ന ഒരു 5 മിനിറ്റ് പോലും നിനക്ക് സംസാരിക്കാതിരിക്കാൻ വയ്യ. ആ സമയത്തും സംസാരിച്ചും ചിരിച്ചും കളിച്ചു ഇരുന്നോ, നാളെ പട്ടിയുടെ കോലത്തിൽ നീ നാളെ പരലോകത്ത് വരും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. നിസാരമായി തെള്ളിക്കളയുന്നതാ ബാങ്ക് വിളിക്കുമ്പോ. പള്ളിക്കകത്തിരുന്നിട്ട് സംസാരിക്കുമല്ലോ, പള്ളിക്കകത്തിരുന്നിട്ട്. 2 ഈ ദുനിയാവിൽ 6 സ്ഥലങ്ങളിൽ സംസാരിച്ച 30 വർഷത്തെ അമല് നഷ്ടപ്പെട്ടു പോകും. 2ാമത്തെ സ്ഥലം അള്ളാന്റെ പള്ളിക്കകത്താണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. പള്ളിക്കകത്ത് കാലും നീട്ടിയിരിക്കുക. അപ്പോഴാ അളിയ സുഖമാണോടാ, ഭാര്യ മക്കളൊക്കെ കച്ചവടമൊക്കെ ഉണ്ടോടാ? എവിടെ? പള്ളിക്കകത്തിരുന്നിട്ട്. നിനക്ക് അതിനകത്തിരുന്നിട്ട് സുഖവിവരം അന്വേഷിക്കാനുള്ള സ്ഥലമല്ല പള്ളി. അത് അള്ളാഹുവിന്റെ ഭവനം. അവിടെ ഇബാദത്ത് ചെയ്യാൻ, അവിടെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ, അവിടെ ഇരുന്ന് സ്വലാത്തും ദിക്റും പറയാനുള്ള സ്ഥലമാണ് പള്ളി. ആ പള്ളിക്കകത്തിരുന്നു കൊണ്ട് ദുനിയാവിന്റെ കാര്യം പറഞ്ഞ 30 വർഷത്തെ അമല് നഷ്ടപ്പെട്ടു പോകും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രവാചകൻ എവിടെ നിന്ന് പറഞ്ഞു? ബാങ്ക്. അത് വല്ലാത്തതാ. ചിലപ്പോൾ നമ്മള് നാട്ടിലെ മോദി സാഹിബിനെ ആരും പരിഗണിക്കാറില്ല. ബാങ്ക് വിളിക്കുന്ന മനുഷ്യനെ എല്ലാരും ഇങ്ങനെ തട്ടാറുണ്ട്. കറണ്ടില്ലെങ്കിലും വെള്ളമില്ലെങ്കിലും ബാത്റൂം കഴുകിയില്ലെങ്കിലും എന്ത് കണ്ടാലും മോദി സാഹിബിനെ ഇട്ട് തട്ടാറ്. പക്ഷേ ആ മനുഷ്യൻ ദുനിയാവിൽ ആരും ആ മനുഷ്യനെ ബഹുമാനിച്ചില്ലെങ്കിലും നാളെ പടച്ചുറപ്പിന്റെ പരലോകത്തിലെ ഏറ്റവും വലിയ വിഭാഗം അള്ളാഹു ആ മനുഷ്യനെ ബഹുമാനിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ബാങ്ക് വിളിച്ചിട്ടുള്ളവരെന്ന് കൈവക്കിക്കേ. ജീവിതത്തിൽ, അത് പള്ളിയിലല്ല, ഒരു പരിപാടിയിലെങ്കിലും ബാങ്ക് വിളിച്ചിട്ടുള്ളവർ കൈവക്കിക്കേ. അൽഹംദുലില്ലാഹ്. കുറച്ച് പേര് 90%, ഒരു 75% പേര് വിളിച്ചിട്ടുണ്ട്. അള്ളാഹു നിങ്ങൾക്ക് അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. ബാക്കി 25% വിളിക്കാൻ പേടിയാ. ഉസ്താദേ, ആദ്യം ഫല വിളിക്കുവോ പിന്നെ സല വിളിക്കുവോ അതറിയില്ല. എല്ലാവർക്കും ബാങ്ക് വിളിക്കാൻ പലർക്കും പേടിയാ. ഹയ്യാല ഫലയാണ് വിളിക്കണം. ഇതിപ്പോ ഇങ്ങനെ ടെൻഷനാ. ബാങ്ക് വിളിക്കണം സഹോദര. എന്തേ പ്രതിഫലം എന്നറിയോ? ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്നത് ഇവിടുത്തെ ഉസ്താദിനല്ല, ഇവിടുത്തെ ഹാജിയാക്കന്മാർക്കല്ല, ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുന്നവർക്കൊന്നുമല്ല. ഈ നാട്ടിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന മനുഷ്യൻ അള്ളാഹുവിന്റെ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന മനുഷ്യനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. ഏറ്റവും കൂടുതൽ പ്രതിഫലം പള്ളിയിലെ മുഅദ്ദിന. എന്ത് പ്രതിഫലം എന്നറിയോ? ഈ ബാങ്ക് വിളിക്കുന്ന സമയത്ത് ശൈത്താൻ ഇറങ്ങി ഓടൂലേ? ഓടുവോ? മൃഗങ്ങൾ, പട്ടി ഇരുന്ന ഏറ്റവും കൂടുതൽ കരയണ സമയം അപ്പൊ പറയും, ദാ ശൈത്താൻ ഓടുന്ന കണ്ടിട്ടാണ് പറയാറില്ലേ? എന്തുകൊണ്ടാ ശൈത്താൻ ഓടുന്നേ? ബാങ്ക് വിളിക്കുന്ന സമയത്ത് എന്തുകൊണ്ടാ ശൈത്താൻ ഓടുന്നേ? അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. എന്തിനാണെന്നറിയോ? എന്തുകൊണ്ടാ ഓടുന്നതെന്നറിയോ? എന്റെ പ്രിയമുള്ളവരെ, ഇവിടത്തെ പള്ളിയിൽ ബാങ്ക് മുഅദ്ദിൻ സാഹിബ് ബാങ്ക് വിളിക്കുമ്പോ ഈ ലോകത്ത് ഏതെല്ലാം വസ്തുക്കള് ആ ശബ്ദം കേട്ടിട്ടുണ്ടോ? അത് മണ്ണാകട്ടെ, ചെടിയാകട്ടെ, ഇലയാകട്ടെ, മൃഗമാകട്ടെ, മനുഷ്യനാകട്ടെ, കല്ലാകട്ടെ, ഈ ലോകത്ത് ഏതെല്ലാം വസ്തുക്കൾ ആ മനുഷ്യൻ ബാങ്ക് വിളിക്കുന്ന ശബ്ദം കേട്ടിട്ടുണ്ടോ അത് മുഴുവനും നാളെ പരലോകത്ത് വെച്ച് അള്ളാഹുവിനോട് പറയും, പടച്ചവനെ, നിന്നെ വിളിക്കുന്നത് ഞാൻ കേട്ട തമ്പുരാനെ, ഈ മനുഷ്യന് സ്വർഗം കൊടുക്കണേ എന്ന് പറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഏതെല്ലാം വസ്തുക്കൾ കേട്ടിട്ടുണ്ടോ അത് മുഴുവനും നാളെ പരലോകത്ത് ഈ മനുഷ്യന് വേണ്ടി അള്ളാഹുവിനോട് ശുപാർശ ചെയ്യും. ഷെയ്ത്താൻ കേട്ടാൽ എന്ത് ചെയ്യേണ്ടി വരും? ബാങ്ക് വിളിക്കുന്നത് ഷെയ്ത്താൻ കേട്ടാൽ അള്ളാഹിനോട് പറയേണ്ടി വരും, ഞാൻ കേട്ട് പടച്ചവനെ മോദി സാഹിബിന് സ്വർഗം കൊടുക്കല്ല എന്ന് പറയേണ്ടി വരും. അത് കേൾക്കാതിരിക്കാനായി ഇവൻ ഓടുന്നത്. അവന്റെ പുറകിൽ അവന്റെ മക്കൾ ഓടും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. കണ്ടിട്ടില്ലേ? ബാങ്ക് വിളിക്കുമ്പോൾ ഷെയ്ത്താൻ ഓടും, അത് കഴിഞ്ഞ് കമ്മിറ്റി ഓഫീസ് ഓട്ടിയിട്ട് കമ്മിറ്റിക്കാർ ഓടും അവന്റെ പുറകിൽ. അള്ളാഹു നമുക്ക് അങ്ങനെ ഉണ്ടല്ലോ, ബാങ്ക് വിളിക്കുന്നത് വരെ പള്ളിക്കകത്തിരിക്കും, അതിന്റെ പുറകിൽ ഇറങ്ങി ഓടും. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഓടി എവിടെ വരെ ഓടാനാ? എവിടെ വരെ
ഓടാനാ. ഒരു ദിവസം അവസാനം നിന്നെ ആ പള്ളിക്കുഴി തന്നെ കൊണ്ടുവന്നിടും. അള്ളാഹു നമുക്ക് നല്ല മരണം നൽകുമാറാകട്ടെ. അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, ബാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിക്കുന്നവൻ അവൻ്റെ ആക്കിബത്ത് മോശമായി പോകും. അള്ളാഹു നമുക്ക് പുറത്തുതരുമാറാകട്ടെ. അള്ളാഹു നമുക്ക് പുറത്തുതരുമാറാകട്ടെ. ജീവിതത്തിൽ ഒരുപാട് സമയങ്ങളിൽ ഞാനും നിങ്ങളും സംസാരിച്ചു പോയിട്ടുണ്ട്. അള്ളാഹു നീ ഞങ്ങൾക്ക് പുറത്തു തരണേ റഹ്മാനെ. ഞങ്ങളുടെ ആക്കിബത്ത് നീ നന്നാക്കി തരണേ തമ്പുരാനെ. മൂന്നാമത്തെ വിഭാഗം ഇൻഷാ അല്ലാഹ് 11 മണിയായി ഇൻഷാ അല്ലാഹ്. കുറച്ചു നേരം കൂടി ഇരിക്കുമല്ലോ? എനിക്ക് ഒരെണ്ണം കൂടെ പറയണമെന്നുണ്ട്. ഇരിക്കുമല്ലോ പറയണമെന്ന് ആഗ്രഹമുള്ള ഒരു കൈവക്കിക്ക്. അൽഹംദുലില്ലാ. പൈസ ചോദിക്കത്തില്ല, വെക്കണ്ട, പൈസ ചോദിക്കത്തില്ല ഇൻഷാ അല്ലാഹ്. മൂന്ന് ഇത്തിരി സൗണ്ട് വെച്ചോപ്പോൾ ഞാൻ ഇത്തിരി കുറയ്ക്കാൻ എൻ്റെ തൊണ്ട പിടിച്ചു. നിങ്ങളുടെ മൈക്കിനെ കുറ്റം പറഞ്ഞല്ല, ഈ ഫാൻ്റെ കാറ്റും ഇതെല്ലാം കൂടെ ആയപ്പോൾ ഈ ഫാൻ അങ്ങ് തിരിച്ചു വെച്ചേരെ, ഒന്ന് മാറ്റിക്കും. 3 അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, മൂന്നാമത്തെ വിഭാഗം മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ നാവ് പൊങ്ങാത്ത, എന്ന് പറയാൻ കഴിയാത്ത മൂന്നാമത്തെ നഷ്ടവാളി ആരെന്നറിയുവോ? സ്വഹാബാ, കള്ളു കുടിക്കുന്നവനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. കുടി വല്ലാതെ വർദ്ധിക്കുന്ന കാലവാ. ഇന്ന് കഞ്ചാവും മയക്കുമരുന്നിന്റെയും അടിമകളായിട്ട് സ്കൂളിൽ പഠിക്കുന്ന മക്കൾ പോലും അതിന്റെ അടിമകളാകുന്ന കാലവാ. സ്വർഗത്തിൽ കിടക്കൂല. 3 വിഭാഗം ആൾക്കാർ ഒരിക്കലും സ്വർഗത്തിൽ കിടക്കൂല. ആ 3 വിഭാഗത്തിൽ ഒരു വിഭാഗം ആരെന്നറിയുമോ? കള്ളറക്കിയവനാണ് നബി മുഹമ്മദ് മുസ്തഫ. മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ചെറുപ്പക്കാരാ, പടച്ചവരെ, അല്ലാഹുവിന്റെ സ്വർഗം നിനക്ക് ലഭിക്കില്ലടാ. അല്ലാഹുവിന്റെ സ്വർഗം നിനക്ക് ലഭിക്കൂല. കാരണം അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ ഒരു മനുഷ്യൻ അതാ കള്ളു കുടിച്ചു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു മനുഷ്യന് കള്ളു കുടിച്ചു കഴിഞ്ഞാ അവന്റെ ഈമാൻ അല്ലാഹു ഊരി മാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, കള്ളു കുടിക്കുന്ന സമയത്ത് അവന്റെ ഈമാൻ അല്ലാഹു ഊരി മാറ്റുകയാണ്. പിന്നെ അവൻ ഈമാനില്ല, പിന്നെ അവന് തൗബ ചെയ്ത് മടങ്ങിയാലല്ലോ ഇനി ഒരിക്കലും ചെയ്യില്ലെന്ന് പടച്ചറപ്പിന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞ് തൗബ ചെയ്യാതെ ആ ഊരിയ ഈമാൻ അല്ലാഹു തിരിച്ചു കൊടുക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എല്ലാ പാപങ്ങളുടെയും തലയാണ് കള്ളുകുടി, എല്ലാ പാപത്തിന്റെയും തലയാണ് കള്ളുകുടി. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, സർവ്വതും നശിപ്പിക്കുമടാ പുന്നുമൂര്. ഈ കള്ളുകുടിക്കുന്നതിലൂടെയുള്ള നേട്ടം എന്തെന്നറിയോ? നിന്റെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു പോകും ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ട യുവത്വേ, നിനക്ക് ഞാനൊരു ചരിത്രം പറഞ്ഞു തരാ പുന്നുമൂര്. അല്ലാഹുവേ, ബർസീസ എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. 220 കൊല്ലം ഇബാദത്ത് ചെയ്ത മനുഷ്യനാ. 220 കൊല്ലം അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിച്ച മനുഷ്യനാണ് ബർസീസ. മലക്കുകൾക്ക് പോലും വല്ലാത്ത അത്ഭുതമായിരുന്നു. മലക്കുകൾ പോലും പരസ്പരം ബർസീസയെ കുറിച്ച് ചർച്ച ചെയ്യുമായിരുന്നു. 220 കൊല്ലം ഇബാദത്ത് ചെയ്ത മനുഷ്യനാണ് ബർസീസ. ആ ബർസീസയെ കുറിച്ചും മലക്കുകൾ അത്ഭുതത്തോടെ പറയുന്നത് കേൾക്കുമ്പോ ശൈത്താന് വല്ലാത്ത
അസൂയ തോന്നി, ശൈത്താന് വല്ലാത്ത അസൂയ തോന്നി. ഇവനെ പിഴപ്പിക്കണം തമ്പുരാന്, ഇവനെ നശിപ്പിക്കണമല്ലോ. പടച്ചവനെ, ശൈത്താനതാ ബർസീസയുടെ വീട്ടിലേക്ക് കടന്നു വരികയാ. അതാ ഒരു വലിയ മഹാനിന്റെ രൂപത്തില് അതാ ഇബ്ലീസ് കടന്നു വരികയാണ്. ബർസീസയോട് ചോദിക്കുകയാ, എനിക്ക് കൂടെ ഇബാദത്ത് ചെയ്യാൻ അല്പം സ്ഥലം തരുവോ? എനിക്ക് കൂടെ ഒന്ന് നിസ്കരിക്കാ, എനിക്ക് കൂടെ ഒന്ന് ഇബാദത്ത് ചെയ്യാൻ അല്പം സ്ഥലം തരുവോ? ബർസീസ സ്ഥലം കൊടുക്കുകയാണ്. ഇബ്ലീസ് ഇബാദത്ത് തുടങ്ങി, ഇബ്ലീസ് നിസ്കരിക്കാൻ തുടങ്ങി. 3 ദിവസം രാവും പകലും ഭക്ഷണം കഴിക്കാതെ, വെള്ളം കുടിക്കാതെ, ഒരു സെക്കൻഡ് പോലും ഇരിക്കാതെ പടച്ചവനെ 3 രാവും പകലും നിന്നും ഇബാദത്തെടുക്കുകയാ. ബർസീസ അത്ഭുതപ്പെട്ടു പോയി. ഒരൊറ്റ നിമിഷം പോലും 3 ദിവസവും ഭക്ഷണം കഴിച്ചില്ല, 3 ദിവസവും വെള്ളം കുടിച്ചില്ല, 3 ദിവസവും ഒരല്പസമയം പോലും ഇരുന്നില്ല. മൊത്തവും ഇബാദത്താണ്. ഇത് കണ്ടപ്പോ ബർസീസ ചോദിക്കുകയാ, നിങ്ങൾക്ക് എങ്ങനെയാ ഇങ്ങനെ ഇബാദത്തെടുക്കാൻ കഴിയുന്നത്? നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നില്ലല്ലോ, നിങ്ങൾ വെള്ളം കുടിക്കുന്നില്ലല്ലോ, ഒരു നിമിഷം പോലും വിശ്രമിക്കുന്നില്ലല്ലോ, എങ്ങനെയാ ഇത് കഴിയുന്നത്? ആ സമയത്ത് ഇബ്ലീസ് പറയുന്ന, ബർസീസ, ഒരു വൻപാപം ചെയ്തു കഴിഞ്ഞാ, ഒരു വൻപാപം ചെയ്തു കഴിഞ്ഞാ പടച്ചവനെ, ഞാൻ തെറ്റുകാരനായി പോയല്ലോ എന്നുള്ള ഒരു ചിന്ത നിനക്ക് കടന്നു വരും. പിന്നെ നിനക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നൂല, വെള്ളം കുടിക്കാൻ തോന്നൂല, ഒരു നിമിഷം പോലും ഇരിക്കാൻ തോന്നൂല. അല്ലാഹുവേ, ഒരു പാപം ചെയ്തിട്ട് പശ്ചാത്തപിച്ചു കഴിഞ്ഞാൽ, ഒരു പാപം ചെയ്തിട്ട് പശ്ചാത്തപിച്ചു കഴിഞ്ഞാ റബ്ബേ, നിനക്ക് അല്ലാഹുവിലേക്ക് അതാ അടുക്കാൻ കഴിയുമെന്ന് ഇബ്ലീസ് പറഞ്ഞു കൊടുക്കുമ്പോ ബർസീസ ചോദിച്ചു, ഞാൻ എന്ത് തെറ്റാണ് ചെയ്യേണ്ടത്? ഇബ്ലീസ് പറഞ്ഞു, നീ വ്യഭിചരിക്കണം. ഇബ്ലീസ് പറഞ്ഞു, നീ വ്യഭിചരിക്കണം. ബർസീസ പറഞ്ഞു, ഒരിക്കലും ഞാൻ വ്യഭിചരിക്കൂല, അത് വല്ലാത്ത പാപമാ, അത് വൻ പാപമാണ്, അത് നിന്ദ്യമാകുന്ന പാപമാണ്. ഇബ്ലീസ് പറഞ്ഞു, എങ്കിൽ നീ ഒരു മനുഷ്യനെ കൊല്ലണം. അപ്പോഴും ബർസീസ പറഞ്ഞു, എന്നെ കൊണ്ട് കഴിയൂല. മൂന്നാമത് പറഞ്ഞു, എങ്കിൽ നീ ഒരൽപ്പം കള്ളു കുടിക്കണം. ഈ 3 പാപങ്ങളിൽ ഏറ്റവും ചെറിയ പാപം കള്ളുകുടിയാണല്ലോ. ബർസീസ ചോദിച്ചു, എവിടെ നിന്നാ കള്ള് കിട്ടുന്നത്? ഒരു കള്ള് ഷാപ്പ് കാണിച്ചു കൊടുക്കുകയാ. ബർസീസ കള്ള് ഷാപ്പിലേക്ക് കടന്നു ചെന്നു. സുന്ദരിയായ സൗന്ദര്യമുള്ള ഒരു പെണ്ണ് കള്ളു കൊണ്ടുവന്ന് ബർസീസയുടെ മുന്നിൽ വെച്ച് കൊടുക്കുകയാ. ബർസീസ കള്ളെടുത്തു കുടിച്ചു. കുടിച്ചു കഴിഞ്ഞപ്പോ കള്ളു കൊടുത്ത പെണ്ണിന്റെ കയ്യിൽ പിടിക്കുകയാ. രണ്ടുപേരും വ്യഭിചരിക്കുകയാ. പടച്ചവനെ, വ്യഭിചരിച്ചു. അതാ വ്യഭിചരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ആ പെണ്ണിന്റെ ഭർത്താവ് കിടന്നു വരികയാണ്. രണ്ടുപേരും തമ്മിൽ അടിപിടിയായി. ബർസീസയാ മനുഷ്യന്റെ കഴുത്തങ്ങ് മുറിക്കുകയോ. ആദ്യമതാ കള്ളു കുടിച്ചു, രണ്ടാമത് വ്യഭിചരിച്ചു, 3 ഒരു കൊലയും ചെയ്തു. അല്ലാഹുവേ, ശൈത്താന് വല്ലാത്ത സന്തോഷമായി. ബർസീസയെ തൂക്കിക്കൊല്ലാൻ വിരിച്ചു. അവസാനം തൂക്കുകയറിൽ കയറ്റി നിർത്തുമ്പോ ഇബ്ലീസ് വന്നിട്ട് ചോദിക്കുന്നു, ബർസീസ, നിന്നെ ഞാൻ രക്ഷപ്പെടുത്തോ? നിന്നെ ഞാൻ രക്ഷപ്പെടുത്തോ? ഞാൻ പറയുന്ന കാര്യം നിനക്കനുസരിക്കാൻ കഴിയുമോ? 220 കൊല്ലം ഇബാദത്ത് ചെയ്ത ബർസീസ് ചോദിച്ചു, എന്തേ ചെയ്യേണ്ടത്? ഇബ്ലീസ് പറഞ്ഞു, നീ എന്റെ മുന്നിൽ ഒരു സുജൂദ് ചെയ്യൂ. എന്റെ മുന്നിൽ നീ സുജൂദ് ചെയ്താൽ നിന്നെ ഞാൻ രക്ഷപ്പെടുത്താം ബർസീസ. അതാ ബർസീസ പറഞ്ഞു, എന്റെ കഴുത്തിൽ കയറ് കിടക്കുകയാ, എനിക്ക് സുജൂദ് ചെയ്യാൻ കഴിയില്ല. ഇബ്ലീസ് പറഞ്ഞു, എന്റെ മുന്നിലൊന്ന് തല കുനിച്ചാ മതി, നിന്നെ ഞാൻ രക്ഷപ്പെടുത്താമെന്ന് പറയുമ്പോ അവസാനം ബർസീസയതാ ഇബ്ലീസിന്റെ മുന്നിൽ തല കുനിക്കുകയാ. അവിടുന്ന് കാഫിറായി ചത്തുപോയെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എല്ലാ പാപങ്ങളുടെയും തലയാണ് കള്ളുകുടിയെന്ന് നബി മുഹമ്മദ് മുസ്തഫ.
നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, എന്റെ പ്രിയമുള്ളവരെ, കള്ളു കുടിക്കുന്നവന്റെ ഈമാൻ അല്ലാഹു ഊരി മാറ്റുകയാ. പിന്നെ അവൻ ഈമാനില്ല, അവൻ 40 ദിവസം ദുആ ചെയ്താ സ്വീകരിക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവേ, കള്ളു കുടിക്കുന്നവനുണ്ടല്ലോ, അവൻ പിന്നെ 40 ദിവസം ദുആ ചെയ്താ സ്വീകരിക്കൂല. പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, എന്റെ പ്രിയപ്പെട്ട യുവത്വേ, ഒരു നല്ല മരണം നിനക്ക് അല്ലാഹു തരൂല, ഒരു നല്ല മരണം അല്ലാഹു നിനക്ക് തരൂല. നീ എങ്ങനെയാ വരുന്നതെന്നറിയോ? നാളെ ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂറന്ന കാഹളത്തിൽ ഊതി കഴിയുമ്പോ എങ്ങനെയാ നീ എഴുന്നേറ്റ് വരുന്നതെന്നറിയോ? എടാ, പേപ്പട്ടിയുണ്ടല്ലോ, നാക്കിങ്ങനെ താഴ്ത്തിപ്പിടിച്ചു അതാ ഈള ഒലിപ്പിച്ചു കൊണ്ടുവരുന്നത് പോലെ പടച്ചവനെ, നാളെ പരലോകത്ത് കബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരുമ്പോ പടച്ചവനെ, നീ പേപ്പട്ടിയുടെ രൂപത്തിലാടാ കടന്നു വരുന്നത്. മലക്കുകൾ നിന്നെ കൊണ്ടുവരുമടാ, പേപ്പട്ടിയെ തല്ലി ഓടിക്കുന്നത് പോലെ, പേപ്പട്ടിയെ തല്ലിക്കൊല്ലാ ജനങ്ങൾ ഓടുന്നത് പോലെ നാളെ നിന്നെ നദാ കബറിന്റെ അകത്ത് നിന്ന് സബാലിയത്തിന്റെ മലക്കുകളല്ല പേപ്പട്ടിയുടെ രൂപത്തിൽ നാളെ നിന്നെ കൊണ്ടുവരപ്പെടുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന്, കള്ളു കുടിക്കുന്ന മനുഷ്യന്റെ ഈമാൻ അല്ലാഹു ആ സെക്കൻഡിൽ തന്നെ ഊരി മാറ്റും. 40 ദിവസം ദുആയ്ക്ക് ഇജാബത്തില്ല, നല്ല മരണമില്ല. നാളെ കബറിന്റെ അകത്തുനിന്ന് എഴുന്നേറ്റ് വരുമ്പോ പേപ്പട്ടി ഇങ്ങനെ നാക്കിട്ട് വലിച്ചോണ്ട് വരുന്നത് പോലെ അവന്റെ നാക്കിങ്ങനെ നെഞ്ചുവരെ ഇങ്ങനെ തൂങ്ങിക്കിടക്കും. ഈളയും ഒലിപ്പിച്ച് ദുർഗന്ധമടിക്കുന്ന അവസ്ഥയിൽ അവൻ ഇങ്ങനെ കൊണ്ടുവരപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കള്ള് തൊട്ടവന്റെ കയ്യിൽ നിന്ന് പിന്നെ ഒന്നും വാങ്ങി കഴിക്കൂല, ഇഷ്ടമായിരുന്നില്ല. കള്ളു കുടിച്ചവനല്ല, കള്ള് കൈകൊണ്ട് തൊട്ടവന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിക്കഴിക്കാൻ മഹാനവറുകൾക്ക് ഇഷ്ടമായിരുന്നില്ല എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഏത് സാഹചര്യത്തിലും കള്ളു കുടിക്കരുത്. കള്ളിൽ ശിഫയില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കപ്പറ നബി മുഹമ്മദ് മുസ്തഫ. കള്ളില് ശിഫ ഇല്ല, ഒരു രോഗത്തിനും ശിഫ കള്ളിലില്ല. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ.